ഒരു ഗ്രൗണ്ടിലെ ലൈറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസമായി പാലക്കാട് മണ്ണാർക്കാട്ടെ പാലോട്ടെ ജനങ്ങൾ. പ്രദേശത്തെ മൈത്രി ക്ലബിൻ്റെ ഗ്രൗണ്ടിലെ ഫ്ലഡ് ലൈറ്റാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദാംശങ്ങൾ ഇപ്പടി. ഇങ്ങനെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ മുഴുവൻ ഒന്നിച്ചുകൂടിയിരുന്ന ഗ്രൗണ്ടിൽ നടന്നത് കേവലം ടൂർണമെന്റുകൾ മാത്രമായിരുന്നില്ല. നിർധനരായ നിരവധി കുടുംബങ്ങൾക്കുള്ള സഹായമൊരുക്കൽ കൂടിയായിരുന്നു. വർഷങ്ങളായി പ്രദേശത്തെ സന്നദ്ധ സഹായ മേഖലയിലെ നിറസാന്നിധ്യമാണ് മൈത്രി ക്ലബ്ബ്. കഴിഞ്ഞ 31-ന് അവസാന കളിയും കഴിഞ്ഞ അംഗങ്ങളെല്ലാം പിരിഞ്ഞതാണ്. ജൂൺ 3-നാണ് 200 വാട്ട്സ് വരുന്ന 15ഓളം ഫ്ലഡ് ലൈറ്റുകൾ മോഷ്ടിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെടുന്നത്. സംഭവിച്ചത് ഞങ്ങൾ 31-ാം തീയതിയാണ് രാത്രി കളിച്ചിരുന്നു. പിന്നെ അതിനുശേഷം 2 ദിവസം മഴ കാരണം ആരും ഗ്രൗണ്ടിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴാണ് ഇത് ഇല്ലയെന്ന് കാണുന്നത്. നിരവധി ഇടങ്ങളിൽ പോയി ടൂർണമെന്റുകളും മറ്റും സംഘടിപ്പിക്കുന്ന ക്ലബിന് സ്വന്തമായൊരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനാകുമെന്ന വിലയിരുത്തലാണ് വർഷങ്ങൾക്ക് മുൻപ് ക്ലബ് അംഗങ്ങൾ തന്നെ ഗ്രൗണ്ട് വാടകയ്ക്കെടുത്ത് ലൈറ്റുകളും മറ്റും സ്ഥാപിച്ചത്. 6 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് 2 സ്ഥലമാണത്. 2 സ്ഥലം റെഞ്ചിലെടുത്തിട്ട് ഏകദേശം 1 കൊല്ലമായി നമ്മൾ സ്ഥാപിച്ചിട്ട്. അതിന് ഏകദേശം 42 ലൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ 15ഓളം ലൈറ്റാണ് ഇപ്പോൾ കളവ് പോയത്. ഒരു ലൈറ്റിന് ഏകദേശം 4000 രൂപയാണ് ചിലവ്. അങ്ങനെ നോക്കുമ്പോൾ 60,000 രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ലൈറ്റുകൾ മോഷ്ടിക്കപ്പെട്ടതോടെ മത്സരങ്ങൾ നടത്താൻ കഴിയാതെയായി. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളോടും സാറന്മാർ പറഞ്ഞത് നിങ്ങളും പുറത്ത് കൂടെ പരമാവധി അന്വേഷിക്കാനാണ് പറയുന്നത്. ഞങ്ങളും ക്ലബ്ബത്തെ 100-300ഓളം മെമ്പർമാരുടെ ക്ലബ്ബാണ്. ഞങ്ങൾ പരമാവധി ഞങ്ങൾ വളരെ വേദനയിലാണ് എല്ലാവരും. എത്ര പ്രയാസപ്പെട്ടാലും ലൈറ്റുകൾ മോഷ്ടിച്ച സംഘത്തെ കണ്ടെത്തുമെന്നാണ് ക്ലബ് അംഗങ്ങൾ പറയുന്നത്. കേവലം ഒരു ക്ലബിന്റെ കുറെ ലൈറ്റുകൾ നഷ്ടമായതിൽ ഇത്ര വിഷമിക്കാൻ എന്തെന്ന് ചോദിക്കുന്നവരുണ്ടാകും. എന്നാൽ അങ്ങനെ കേവലം ഒരു കൂട്ടായ്മയായിരുന്നില്ല മൈത്രി. നാട്ടിലെ ദരിദ്രരും നിരാലംബരുമായ നിരവധി പേർക്ക് കൈത്താങ്ങായിരുന്നു ഈ ക്ലബ്ബ്. രാജീവ് സുദേവിനൊപ്പം മണ്ണാർക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.